ആരും ധൈര്യപ്പെടാത്ത കാര്യം ചെയ്താണ് സഞ്ജു രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിച്ചത്. രാജസ്ഥാൻ റോയൽസിന്റെ സീനിയർ പേസർ സന്ദീപ് ശർമ്മയെ ഡെത്ത് ഓവറിലേക്ക് മാത്രമായി ബാക്കി വെച്ചാണ് സഞ്ജു കളിയുടെ ഗതി മാറ്റിയത്. 13ാം ഓവറിൽ പ്രധാന ബോളറായ ട്രെന്റ് ബോൾട്ടിന്റെ 4 ഓവറും സഞ്ജു പൂർത്തിയാക്കിച്ചു. ഡെത്ത് ഓവറിലേക്ക് എന്തു ചെയ്യുമെന്ന ചോദ്യം ആരാധകരടക്കം ഉയർത്തിയപ്പോഴാണ് സഞ്ജുവിന്റെ മാസ്റ്റർ പ്ലാൻ വരുന്നത്. 14ാം ഓവറിൽ അശ്വിനെ കൊണ്ടുവന്നപ്പോൾ 7 റൺസാണ് ലക്നൗ നേടിയത്. 15ാം ഓവറിലാണ് സന്ദീപിന് ആദ്യ ഓവർ സഞ്ജു നൽകിയത്. വിചിത്രമെന്ന് തോന്നിപ്പിച്ച ഈ തീരുമാനമാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയത്. 15ാം ഓവറിൽ 5 റൺസ് മാത്രം വിട്ടുകൊടുത്ത സന്ദീപ് ലക്നൌവിനെ സമ്മർദ്ദത്തിലാക്കി. 16ാം ഓവറിൽ ചഹൽ 11 റൺസ് വിട്ടുകൊടുത്തപ്പോൾ ലക്നൌവിന് വിജയപ്രതീക്ഷ ഉയർന്നു. എന്നാൽ 17ാം ഓവറിലെ ആദ്യ പന്തിൽ സന്ദീപ് രാഹുലിനെ പുറത്താക്കി. 44 പന്തിൽ 58 റൺസ് എടുത്ത് രാഹുലിനെ പുറത്താക്കിയത് മത്സരത്തിൽ രാജസ്ഥാന് ആത്മവിശ്വാസം നൽകി. ഈ ഓവറിൽ 7 റൺസാണ് സന്ദീപ് വഴങ്ങിയത്. 18ാം ഓവറിൽ സീനിയർ സ്പിന്നർ അശ്വിനെ വിശ്വസിച്ച സഞ്ജുവിന് തെറ്റിയില്ല. 3ാം പന്തിൽ 3 റൺസ് എടുത്ത മാർക്കസ് സ്റ്റോയിനിസിനെ പുറത്താക്കി. ഈ ഓവറിൽ 4 റൺസ് മാത്രമാണ് അശ്വിൻ വിട്ടുകൊടുത്തത്. 19ാം ഓവറിൽ സന്ദീപ് 11 റൺസ് വഴങ്ങിയെങ്കിലും അവസാന ഓവറിൽ 27 റൺസായിരുന്നു ലക്നൌവിന് ജയിക്കാൻ വേണ്ടിയിരുന്നത്. ആവേശ് ഖാനെ സഞ്ജു പന്തേൽപ്പിച്ചപ്പോൾ ആശങ്കയുണ്ടായിരുന്നെങ്കിലും മിന്നും യോർക്കറും ഓഫ് സൈഡ് പന്തുകളുമായി ആവേശ് ഖാൻ നിക്കോളസ് പൂരനെ റൺസ് നേടുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. 6 റൺസ് മാത്രമാണ് ഈ ഓവറിൽ പറന്നത്. ഇതോടെ 20 റൺസിന്റെ ജയം രാജസ്ഥാൻ സ്വന്തം. സന്ദീപിനെ ഡെത്ത് ഓവറിലേക്ക് മാറ്റിവെച്ച് മറ്റു ബൗളർമാരെ ഉപയോഗിച്ച് 15 ഓവർ വരെ കളി നിയന്ത്രിച്ച സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി ബ്രില്യൻസാണ് ടീമിന് കരുതായത്. സഞ്ജുവിന്റെ നിറഞ്ഞാട്ടമാണ് മത്സരത്തിൽ കണ്ടത്. ബാറ്റ് കൊണ്ട് മുന്നിൽ നിന്ന് നയിക്കാനും സഞ്ജുവിന് സാധിച്ചു. 52 പന്ത് നേരിട്ട് 3 ഫോറും 6 സിക്സറുകളും ഉൾപ്പെടെ പുറത്താവാതെ 82 റൺസാണ് സഞ്ജു നേടിയത്. റിയാൻ പരാഗിന്റെ 29 പന്തിൽ 43 റൺസ് പ്രകടനവും രാജസ്ഥാനെ മികച്ച സ്കോറിലേക്ക് എത്തിക്കുന്നതിൽ കരുത്തായി. നായകൻ എന്ന നിലയിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ജുവിനെയാണ് ലക്നൌവിനെതിരെ കണ്ടത്. പൊതുവെ ശാന്തനായ സഞ്ജുവിനെയാണ് കളത്തിൽ കാണാറുള്ളത്. എന്നാൽ ഇത്തവണ ബൗളർമാരോട് സഞ്ജു ദേഷ്യപ്പെടുന്ന സാഹചര്യം പോലുമുണ്ടായി. ചഹൽ മോശം ലൈനിൽ പന്തെറിഞ്ഞപ്പോൾ സഞ്ജു ശകാരിച്ചിരുന്നു. കൂടാതെ സന്ദീപ് ശർമ്മ പന്തെറിയാൻ വൈകിയപ്പോഴും സഞ്ജു ശകാരവുമായി രംഗത്തെത്തി. മത്സരത്തിൽ പൂർണ്ണ നിയന്ത്രണം കൊണ്ടുവരാനും നായകന നിലയിൽ സഞ്ജുവിനായി. നിക്കോളസ് പൂരൻ ക്രീസിൽ തുടരുന്നുണ്ടായിരുന്നു. 41 പന്തിൽ 4 വീതം സിക്സറും 4ഉം ഉൾപ്പെടെ 64 റൺസോടെ പൂരൻ പുറത്താകാതെ നിന്നു. എന്നാൽ സന്ദീപ് ശർമ്മക്കൊപ്പം സീനിയർ സ്പിന്നർ അശ്വിനെ ഫലപ്രദമായി ഉപയോഗിച്ച് പൂരനെ വിറപ്പിക്കുന്നതിൽ നായകന നിലയിൽ സഞ്ജുവിന് സാധിച്ചു. എന്തായാലും നായകന നിലയിൽ സഞ്ജുവിന്റെ മികവിനെ അടയാളപ്പെടുത്തുന്ന പ്രകടനമാണ് ലക്നൌവിനെതിരെ അദ്ദേഹം കാഴ്ചവെച്ചതെന്ന് നിസ്സംശയം പറയാം.